സോ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളത് ടൗൺ ഹോൾ 6 അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ടൗൺ ഹോൾ 6 അൺലോക്ക് ആകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചീഫ് ദർ സമ്മൺ വാണ്ടിങ് ടു ടോക്ക് ടു യു. ഹി സീംസ് ക്വൈറ്റ് റൂഡ്. വൈ ഈസ് എവറിത്തിങ് ഹിയർ സോ ടൈനി? ഈസ് ദർ എ വില്ലേജ് ഫോർ ആൻസ്? സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ ബിൽഡറാണ് ഇവിടെ വന്നിരിക്കുന്നത്. Oh, finally, hurry along, there's a lot to do and not much time. Chop chop. സോ ഗൈസ്, നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ബലൂണായിട്ട് ഒരു ഷിപ്പ് കാണുന്നുണ്ടായി. ഒരു 6 മണിക്കൂർ സമയത്ത് തൊടാനാണ് പറയുന്നത്. അത് ഇപ്പോൾ തൊടുകയാണെങ്കിൽ ക്യാപിറ്റൽ വില്ലേജിലോട്ട് വന്നിട്ടുണ്ട്. Now this is a proper scale for building. Behold this mountain is your clan's capital. സോ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ great clan built together and battled together. Just a hint from a wise old man. So let's start from the top, shall we? അടുത്തത് ക്യാപിറ്റൽ പീക്കിലോട്ട് കാണിക്കുന്നുണ്ട്. സോ ഞാൻ വിശദ യാത്രട്ട് പോവാണ്. ക്യാപിറ്റൽ പീക്ക് ആസ് എവറിത്തിങ് യു നീഡ്. എ ഹോട്ട് സ്പ്രിംഗ്, comfortable cabins and a capital hall. The stronger you make your capital hall, the more districts will be unlocked and for you to build in. Each district has different buildings and terrains. They are all very useful for making your capital stronger. Although this one is still my favorite. Why don't you get going and see how can you help? നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പലയിടത്തായിട്ട് ഹൗസ് കാണിക്കുന്നുണ്ട്. This could be much better. Let's upgrade it. നോക്കുകയാണെങ്കിൽ in the capital your whole clan upgrades building together. Every member can chip in and contribute capital gold. When enough has been contributed, the upgrade will be completed. I only need to good swing of my hammer to get things done, unlike some people. സോ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കത് ഇവിടെ ടൂർ കഴിഞ്ഞിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആക്ച്വലി ക്യാപിറ്റൽ ഹോളിലാണ് വന്നിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ ഹൗസ് കാണിക്കുന്നുണ്ട്. This is your home away from home village. It has much better view. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസൊക്കെ ചെയ്യാൻ പറ്റും. സോ എന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. സോ കണ്ട് ഇവിടെ ട്രൂപ്സ് അൺലോക്ക്ഡ് ആയ ട്രൂപ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. When you attack here, you can use own capitals, troop and spells. I don't have time to ferry troops back and forth when you can change your mind. Your army is always ready to fight here when you finally decide what to use. Unlock and upgrade troop barracks and spell factories if you want more choice or stronger army. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കോളിൽ ആക്ച്വലി ക്ലാൻ ക്യാപിറ്റൽ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി ഇപ്പം അറ്റാക്ക് നിൽക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി സിമ്പിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് പലരും ചിലപ്പോൾ കണ്ടു കാണും, പലരും കണ്ടു കാണില്ല. നടന്നല്ല, ക്ലാൻ ക്യാപിറ്റൽ നിങ്ങൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു ഇൻഫോ ഐക്കൺ കാണുന്നുണ്ട്, അതിലോട്ട് പോവുക. ആൻഡ് ഇവിടെ ഓവർവ്യൂ കാണുന്നുണ്ട്, അറ്റാക്കിങ് കാണുന്നുണ്ട്. അറ്റാക്കിങ്ങിൽ ട്രൈ അങ്ങ് കൊടുക്കുക. സോ കാരണം ഇതൊരു ഹിഡൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ആക്ച്വലി നമുക്കതിൽ ട്വിറ്റോറിലായിട്ടുള്ള അറ്റാക്ക് കൊണ്ടല്ല, നമ്മളായിട്ട് അറ്റാക്ക് എടുക്കാനും പറ്റും. സോ എന്തായാലും ഞാൻ ഇപ്പോൾ ട്വിറ്റോറിൽ അല്ലാതെ അറ്റാക്ക് എടുക്കാം. സോ കടയിൽ 2600 ക്യാപിറ്റൽ ലൂട്ടാണ് കിട്ടുന്നത്. നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഓൾറെഡി 11 ഡാമേജ് ചെയ്തിട്ടുണ്ട്. സോ പ്ലാൻ ക്യാപിറ്റൽ ഡാമേജ് പറ്റിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. അതായത് നമ്മൾ ഒരു അറ്റാക്ക് എടുത്ത് എത്ര ഡാമേജ് വന്നിട്ടുണ്ടോ അടുത്ത അറ്റാക്കിൽ അതിൻ്റെ ബാക്കി ഡാമേജ് എടുത്താൽ മതി. അങ്ങനെയാണ് പ്ലാൻ ക്യാപിറ്റലിൻ്റെ കൺസെപ്റ്റ്. സോ എന്തായാലും ഞാൻ 4 ബാർബേറിന് ഇറക്കി കൊടുക്കുകയാണ്. സോ എക്സ്ട്രാ ബാർബേറിയൻസ് ഇവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം തന്നെ എടുത്ത് തരും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പുറത്തുള്ള കനോൺ ആൻഡ് 1 ബറാക്സ് അത് ആക്ച്വലി ബാർബേറിയൻസ് തന്നെയാണ് എടുത്ത് തരുന്നത്. സോ അതിലെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. സോ എന്തായാലും ആ മീൻ ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 2 മൾട്ടി കനോൺ ഉണ്ട്, ഒരു ബോംബ് ടവർ ആൻഡ് 2 സ്പിയർ ത്രോവർ ഉണ്ട്. സോ ആക്ച്വലി പ്ലാൻ ക്യാപിറ്റലിലെ ബിൽഡിങ്സ് മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ എല്ലാവരും അറിയാമെന്ന് കരുതുന്നു. സോ അറിയില്ലെങ്കിൽ ഞാൻ ആക്ച്വലി പറഞ്ഞുതരാം. സോ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെൽസ് രീതിക്കൊന്നുമില്ല. ആകെ ജസ്റ്റ് ഒരു 3-4 വെറൈറ്റി ഓഫ് സ്പെൽസ് തന്നെ ഉള്ളൂ. സോ കളി ജംപ് സ്പെല്ലാണ്, ഫ്രോസ്റ്റ് സ്പെല്ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫ്രോസ്റ്റ് സ്പെൽ ആക്ച്വലി വാട്ടറിനെ ഫ്രോസ് ചെയ്യും. ജംപ് സ്പെൽ ആസ് യൂഷ്വൽ നമുക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. സോ അതേ ഇവിടെ 2 ആർച്ചേഴ്സ് നടക്കി കൊടുക്കുകയാണ്. ആർച്ചേഴ്സ് ആക്ച്വലി മൾട്ടിക്കാനാണ് കട്ട് ചെയ്ത് തരണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് നമുക്ക് കിട്ടും. സോ നേരെ മൾട്ടിക്കനം കട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർച്ചേഴ്സിന് ഇറക്കി കൊടുത്തു.
കാരണം ഒരു മൾട്ടി കനോൺ കിട്ടി, സെക്കൻഡ് മൾട്ടി കനോണും കിട്ടിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ പുറത്തും ബാക്കിയുള്ള 3 ജെയിൻസിന് ഇറക്കി കൊടുത്തു, 3 സൂപ്പർ വിസാർഡ്സിനെ ഇറക്കി കൊടുത്തു. സോ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ട്രൂപ്സ് പകുതി മുക്കാലും സൂപ്പർ ട്രൂപ്സാണ്, നമ്മുടെ ഹോം വില്ലേജിൽ സൂപ്പർ ട്രൂപ്സാണ് ഇപ്പോൾ ഉള്ളത്. സോ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടിലൊരു ജെയിനിന് ഇറക്കി കൊടുത്തു, ബാറ്റർ റാമിന് ഇറക്കി കൊടുക്കുകയാണ്. സോ ഈ 2 ആർച്ചേഴ്സിനും കൂടെ ഇറക്കി കൊടുത്തു. സോ പെട്ടെന്ന് ആ ജെയിൻ പോസ്റ്റിനൊക്കെ ആക്ച്വലി എടുത്ത് തരും. സോ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ബിൽഡർ പീസിലുള്ള പോലെ ആക്ച്വലി ഇവിടെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ ഗാർഡ് പോസ്റ്റാണ് ഉള്ളത്, പക്ഷെ ഇവിടെ ആക്ച്വലി ജെയിൻ പോസ്റ്റ്, സൂപ്പർ ഡ്രാഗൺ പോസ്റ്റ്, അങ്ങനെ പല സംഭവങ്ങളൊക്കെയാണുള്ളത്. സോ എന്തായാലും ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എല്ലാത്തിനും തന്നെ എടുക്കുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ വാൾസിനകത്താണ് ജെയിൻസൊക്കെ നമുക്ക്. സോ അതുകൊണ്ട് നമുക്ക് ഒരു ഡാമേജ് ഏൽക്കില്ല. സോ ഇപ്പം നോക്കുകയാണെങ്കിൽ ബാക്കി കുറേ സംഭവങ്ങളുണ്ട്. സോ അതാ ഞാൻ ഇപ്പുറത്തൊക്കെ പല രീതിക്കായിട്ട് പെട്ടെന്ന് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ട്രൂപ്സിനൊക്കെ ഇറക്കി കൊടുക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഈ സൂപ്പർ ബാർബിയൻസാണ് ഇപ്പുറത്തിറക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് നമ്മുടെ ജെയിൻസൊക്കെ ഉണ്ട്. സോ ഞാൻ ഈ ഫ്രോസ്പെൽ ഇവിടെ നടുവിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിലെല്ലാത്തിനെയും കുറച്ച് സ്ലോ ഡൗൺ ചെയ്യും. അതാണ് ആക്ച്വലി ഫ്രോസ്പെല്ലിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഡിഫൻസ് ഉണ്ടെങ്കിൽ അതിന് സ്ലോ ഡൗൺ ചെയ്യും. അതിന് നമ്മുടെ ബാക്കിയുള്ള ബിൽഡിങ്സിനൊക്കെ വാട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫ്രീസ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് ഫ്രോസ്പെല്ലിനുള്ളത്. സോ അവിടെ ഫ്രോസ്പെല്ലിന് 3 സ്പേസാണ് വരുന്നത്. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ 94% ആയിട്ടുണ്ട്. അവിടെ ലാസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമേ ലെഫ്റ്റുള്ളൂ. ഓക്കെ, സെറ്റ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. സോ നമുക്കപ്പോൾ 2600 ക്യാപിറ്റൽ ലൂട്ട് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ അവിടെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നത്. ഞാനിപ്പോൾ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പം സോ നമ്മളിത് വീണ്ടും നമ്മുടെ ഹോം വില്ലേജിലോട്ട് വന്നപ്പോൾ ഇവിടെ ഗ്രാൻഡ് ബിൽഡർ സെൻസ് ദിസ് ഫോർ ഹി സേസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു വിത്ത് ദ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. സോ അവിടെ നോക്കുകയാണെങ്കിൽ ഡെയിലി ആക്ച്വലി നമുക്ക് ക്യാപിറ്റൽ ഗോൾഡ് വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഐ ഹാവ് സ്റ്റൗഡ് വാർഡ് ബട്ട് ഈ സൈഡ് വുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്. സോ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുറേ സ്ലോട്ട്സ് ഉണ്ട്. അത് ആക്ച്വലി ടൗൺ ഹോൾ 9, ടൗൺ ഹോൾ 11, 12 and 14 അൺലോക്ക് ആകുക. അതിൽ ആക്ച്വലി നമ്മുടെ ബിൽഡേഴ്സിന് സെൻഡ് ചെയ്ത് നമുക്ക് ഫോർജ് ചെയ്ത് നമുക്ക് ലൂട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. സോ അതിന് ആക്ച്വലി ലൂട്ട് ആവശ്യം വരും. എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ ബാക്കിയുള്ള അപ്ഗ്രേഡ് നോക്കാം. സോ കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മുടെ ബറാക്സ് അപ്ഗ്രേഡ് തുടങ്ങാൻ നമ്മുടെ ഹീലേഴ്സിന് അൺലോക്ക് കേട്ടു. സോ 20 മിനിറ്റിൽ ആക്ച്വലി ബാക്കി 2 ബിൽഡിങ്സ് കംപ്ലീറ്റ് ആകും. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റോറേജ് ആൻഡ് റിസർച്ച് ലാബ് മറ്റു കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ ഡിഫൻസ് അപ്ഗ്രേഡ് ചെയ്യണം. പുതിയ ബിൽഡിങ്സ് നോക്കുകയാണെങ്കിൽ ഒരു 2 കളക്ടേഴ്സ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ ബാക്കി ഒരു ഡിഫൻസ് ഉണ്ടോ, വിസാർഡ് ടവർ ഉണ്ടോ, ഓക്കെ ന്യൂ ബിൽഡിംഗ് സ്വീപ്പർ അൺലോക്ക് ആയിട്ടുണ്ട്, ഒരു മോർട്ടാർ അൺലോക്ക് ആയിട്ടുണ്ട്. അതിൽ 25 വാള്, 3 ട്രാപ്പുണ്ട്. ട്രാപ്പ് നമുക്ക് ഇൻസ്റ്റൻ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 3 ട്രാപ്പിൽ ഞാൻ ആക്ച്വലി ഇത് ഇവിടെ സ്റ്റോറേജിൻ്റെ അവിടെയായിട്ട് ബിൽഡ് ചെയ്യണം. നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രിങ് ട്രാപ്പ് ഉണ്ട്. സ്പ്രിങ് ട്രാപ്പ് ഞാൻ ആക്ച്വലി ഇപ്പോൾ തന്നെയായിട്ട് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇപ്പുറത്തൊരെണ്ണം കൂടെ ഉണ്ട്. സോ ഇവിടെ ആയിട്ട് ബിൽഡ് ചെയ്യാം. നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി നല്ല സ്റ്റോറേജിനൊക്കെ നല്ല കവറായിട്ട് നിൽക്കും. സോ അപ്പോൾ ഇനിയിപ്പോൾ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു 20 മിനിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.